അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ ദിവസത്തിലെ നമ്മുടെ ഒരുമിച്ചുകൂടൽ ഖബൂലാക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയുമൊക്കെ ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ മുഴുവൻ അപരാധങ്ങളും തെറ്റുകുറ്റങ്ങളും പരിശുദ്ധമായ മാസത്തിൻ്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി മഗ്ഫിറത്ത് പ്രദാനിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ, മറ്റു പ്രയാസങ്ങൾ എല്ലാത്തിനും ശിഫയും സലാമത്തും ആഫിയത്തും പ്രദാനിച്ച് പടച്ച റബ്ബ് നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ പ്രത്യേകം നമ്മുടെ മസ്ജിദിന്റെ തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരുടെയും ഖബറുകൾ സ്വർഗീയ സന്തോഷത്തിലാക്കി, ആനന്ദത്തിലാക്കി അനുഗ്രഹിക്കട്ടെ. നാളെ പരിശുദ്ധമായ സ്വർഗത്തിൽ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് പ്രദാനിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സഹോദരന്മാരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 നബിദിനവുമായി ബന്ധപ്പെട്ട് ആഘോഷ പരിപാടികൾ നമ്മുടെ മഹല്ലിൽ ഈ വർഷം സമാപിച്ചിരിക്കുകയാണ്. പതിവ് പോലെ മാസത്തിന്റെ തുടക്കം മുതൽ 12 വരെ നീണ്ടുനിന്ന മൗലിദ് പാരായണവും റബീഉൽ അവ്വൽ 12 നബിദിനത്തിന്റെ അന്ന് സന്തോഷത്തോടെ നമ്മളെല്ലാവരും ഒരുമിച്ചുകൂടി നമ്മൾ നിർവഹിച്ച ഘോഷയാത്രയും നമ്മുടെ മദ്രസ കുട്ടികളുടെ മദ്ഹ് കലാ പരിപാടികളും നമ്മളെല്ലാവരും ഒരുമിച്ച് നിർവഹിച്ച ഭക്ഷണ വിതരണവും അന്നദാനവും എല്ലാം തന്നെ വളരെ ഭംഗിയായി തന്നെ അവസാനിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. അതിന് നേതൃത്വം കൊടുത്തവർ, അതിനോട് ചേർന്ന് നിന്നവർ, സാമ്പത്തികമായും അല്ലാതെയും ശാരീരികമായും അത്തരം പരിപാടികളുമായി ബന്ധപ്പെട്ട് സഹകരിച്ചവർ, സഹായിച്ചവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും വലിയ ഖൈറാത്തുകൾ, വലിയ ബറക്കാത്തുകൾ പ്രദാനിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൻ്റെയൊക്കെ ബറക്കത്തുകൊണ്ട് നമ്മിൽ നിന്നൊക്കെ മരിച്ചുപോയ കാരണവന്മാരുടെ ഖബറുകൾ അല്ലാഹു വെളിച്ചത്തിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നബിദിനം കഴിഞ്ഞാലും അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മദ്ഹും റസൂലിന്റെ പേരിലുള്ള മദ്ഹും മൗലിദും സലാത്തും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തന്നെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. നമ്മുടെ വീടുകളിൽ മൗലിദ് പാരായണം നിർവഹിക്കാൻ എപ്പോഴും റസൂലിന്റെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലാൻ, മറ്റു മദ്ഹ് കാര്യങ്ങളുമായി ബന്ധപ്പെടാൻ, വെളിയിൽ നടക്കുന്ന മദ്ഹ് പരിപാടികളിൽ, മൗലിദിന്റെ സദസ്സുകളിൽ ഒക്കെ സഹകരിക്കാൻ, ഇതിലൊക്കെ പങ്കെടുക്കാൻ ഒക്കെയുള്ള ആ നിലക്ക് അത്തരം കാര്യങ്ങളോട് താല്പര്യമുള്ള ഒരു മനസ്സ് മരണം വരെ, നമ്മുടെ റൂഹ് പിരിയുന്നത് വരെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനിക്കട്ടെ. ഹുബ്ബുൻ നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ അമൽ വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ.
അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഹുബ്ബ്, റസൂലിന്റെ പേരിലുള്ള മദ്ഹ്, അത് ഖൈറുൽ അമൽ, ഏറ്റവും ഉത്തമമായ ഒരു അമലാണ്. അത് ചെറിയ അമലല്ല, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ്, ഒരു അമലാണ്. യുബല്ലിഗുഹു വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുഹുൽ അമൽ. അതിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റുക തന്നെ ചെയ്യും. വെളിയങ്കോട് അന്ത്യവിശ്രമം കൊള്ളുന്ന ഉമർ ഖാദി റഹ്മത്തുള്ളാഹി തആല അലൈഹി രചിച്ച പ്രശസ്തമായ സല്ലൽ ഇലാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ നടങ്ങുന്ന സല്ലൽ ഇലാ എന്ന പ്രവാചക കാവ്യത്തിന്റെ അതിലൊരു വരിയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ മദ്ഹ് പാടി പുകഴ്ത്തി വലിയ കാവ്യം രചിച്ചയാളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന സിയാറത്തിന്റെ വേളയിൽ റസൂല് അന്ത്യവിശ്രമം കൊള്ളുന്ന ഹുജറ ഷരീഫിലേക്ക് കടന്നു ചെല്ലാൻ പറാവുകാർ തടസ്സം നിന്നപ്പോ റസൂലിന്റെ മുന്നിൽ നിന്ന്, ഖബർ ഷരീഫിന്റെ മുന്നിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാടി 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 പുകഴ്ത്തി അള്ളാന്റെ റസൂലിൽ നിന്ന് തന്നെ തന്റെ അടുക്കലേക്ക് കടന്നു വരാൻ, ഹുജറ ഷരീഫിലേക്ക് കടന്നു വരാനുള്ള അനുവാദം നേടിയെടുത്ത മഹാനാണ് ബഹുമാനപ്പെട്ട ഉമർ ഖാദി റഹ്മത്തുള്ളാഹി തആല അലൈഹി. യുബല്ലിഗുഹുൽ അമൽ, നമ്മുടെ പല ആഗ്രഹങ്ങളും, നമ്മുടെ പല ആവശ്യങ്ങളും, നമ്മുടെ പല ഉദ്ദേശങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിലൂടെ, റസൂലിനെ പുകഴ്ത്തി പറയലിലൂടെ, പാടലിലൂടെ, അത്തരം മജ്ലിസുകളിൽ നമ്മൾ സംബന്ധിക്കലിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നബിദിനത്തോടെ അവസാനിപ്പിക്കേണ്ടതല്ല അത്. നമ്മുടെ റൂഹ് വിട പറയുന്നത് വരെ, ഈ ലോകത്ത് നിന്ന് നമ്മൾ അന്ത്യശ്വാസം വലിക്കുന്ന ആ സമയം വരെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി, നമ്മുടെ ഒരു സംസ്കാരമായി, ജീവിത സംസ്കാരമായി അത്തരം സദസ്സുകളിൽ പങ്കെടുക്കലും പങ്കെടുപ്പിക്കലും അതിനോട് താല്പര്യം കാണിക്കലും അതൊരു സംസ്കാരമായി വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതൊരു വലിയ നേട്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെയും അള്ളാഹുവിന്റെയും ഇടയിൽ പടച്ചവന്റെ സഹായവും അവന്റെ കാവലും നമുക്ക് ലഭിക്കുന്നതിന് കാരണക്കാരായ വസീലയാണ്, നമ്മുടെ രക്ഷകനാണ്. നമ്മുടെയും അള്ളാഹുവിന്റെയും ഇടയിൽ അള്ളാഹുവിൽ നിന്ന് പടച്ചവന്റെ സഹായം നമുക്ക് ലഭിക്കാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും വലിയ വസീലയാണ്, മധ്യസ്ഥരാണ്, ഏറ്റവും വലിയ രക്ഷകരാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹയാത്തി ഖൈറുൻ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്. വ മമാത്തി, ഹയാത്തി ഖൈറുൻ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്. വ മമാത്തി ഖൈറുൻ ലക്കും, എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരുന്ന ആ സമയത്ത് ബഹുമാനപ്പെട്ട സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർവ്വ ആവശ്യങ്ങളും അതിനുവേണ്ടി അവർ ഓടിച്ചെന്നിരുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്കാണ്. എന്താവശ്യത്തിനും, ഒരു ചെറിയൊരു രോഗം വന്നാൽ പരിഭവം പറഞ്ഞുകൊണ്ട് അവർ ചെന്നിരുന്നത് അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്കാണ്. ഇതിന് പരിഹാരം ഉണ്ടായിരുന്നു. റസൂലിന്റെ അടുക്ക ചെല്ലുമ്പോ കഴിക്കാൻ ഭക്ഷണം ഇല്ലെങ്കിൽ ഓടിച്ചെല്ലുന്നത് റസൂലിന്റെ അടുക്കലേക്കാണ്. ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ, എന്ത് പ്രതിസന്ധികൾ, എന്ത് ആവശ്യങ്ങൾ ഉണ്ടായാലും ബഹുമാനപ്പെട്ട സഹാബത്ത് അവർ ഓടിച്ചെന്നിരുന്നത് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്കാണ്.
ജീവിച്ചിരുന്ന റസൂലിൽ നിന്ന് എല്ലാ സഹായവും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അതൊക്കെ സഹാബത്ത് നേടിയെടുത്തിരുന്നത് റസൂലിലൂടെയാണ്. റസൂലിന്റെ അടുക്കൽ വന്നിട്ട് കാര്യം പറഞ്ഞിട്ടാണ്. ഇന്ന റജുലൻ ഗരീറൽ ബസർ, കണ്ണിന് അസുഖം പിടിപെട്ട ഒരു മനുഷ്യൻ അഥൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെന്നു. പരിഭവമായിട്ടാണ് ചെല്ലുന്നത്. ഫഖാല, എന്നിട്ട് റസൂലിനോട് പറഞ്ഞു, ഉദ്ഉല്ലാഹ അൻ യുആഫിയനി, റസൂലേ എന്റെ കണ്ണിന് അസുഖാണ്, പ്രയാസാണ്, വല്ലാത്ത വേദനയാണ്, എന്റെ അസുഖം മാറാൻ അങ്ങൊന്ന് ദുആ ചെയ്യുമോ? അള്ളാഹുവിനോട് അങ്ങ് ദുആ ചെയ്ത് എന്റെ പ്രയാസം ഒന്ന് മാറ്റിത്തരൂ റസൂലേ. ആ സഹാബി അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇൻ ശിഅത ദഅഉത വ ഇൻ ശിഅത സബർത ഫഹുവ ഖൈറുൻ ലക, വേണമെങ്കിൽ ദുആ ചെയ്യാം, അതല്ല നിനക്ക് ക്ഷമിക്കാൻ പറ്റിയാൽ ഫഹുവ ഖൈറുൻ ലക, അതാണ് നിനക്ക് ഉത്തമം, ഖൈറതാണ്. ആ പ്രയാസം, ആ വേദന നിനക്ക് ക്ഷമിക്കാൻ പറ്റിയാൽ അതാണ് നിനക്ക് ഖൈറ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറഞ്ഞപ്പോൾ ഫഖാല, ആ സഹാബി പറഞ്ഞു, ദുഅല്ലാഹ അൻ യുആഫിയനി, ദുആ ചെയ്യ് റസൂലേ, വല്ലാത്ത വേദനയാണ്, സഹിക്കാൻ പറ്റണില്ല, അങ്ങൊന്ന് ദുആ ചെയ്യ്. ആ സഹാബിയുടെ രോഗത്തിനുള്ള പരിഹാരം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടപ്പാക്കി കൊടുത്തു എന്നാണ്. കണ്ണിനൊരു അസുഖം വന്നപ്പോ ഓടി വരികയാണ് അള്ളാന്റെ റസൂലിന്റെ അടുത്ത്. മറ്റൊരു സഹാബി ഒരു യുദ്ധവേളയിൽ കണ്ണിൽ അമ്പേറ്റതിനെ തുടർന്ന് കണ്ണിൽ നിന്ന് മുഖത്ത് നിന്ന് തൂങ്ങിക്കിടക്കുന്ന കണ്ണ് തന്റെ കൈവെള്ളയിൽ താങ്ങി പിടിച്ചുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു. ഉഹദ് യുദ്ധത്തിന്റെ സമയത്താണ്. ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു തആല അൻഹു, ശത്രുവിന്റെ അമ്പ് കണ്ണിലേറ്റിട്ട് കണ്ണ് അവിടെ നിന്ന് താഴേക്ക് തൂങ്ങിക്കിടക്കാൻ, അത് തന്റെ കൈവെള്ളയിൽ താങ്ങി പിടിച്ചു. എന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെന്നു. ഈ സഹാബി ഉഹദ് യുദ്ധത്തിന്റെ സമയത്ത് നടന്ന സംഭവമാണ്. റസൂലിന്റെ അടുക്കൽ ചെന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് കാര്യം പറഞ്ഞു. തൂങ്ങിക്കിടന്ന ആ കണ്ണ് റസൂൽ യഥാസ്ഥാനത്തേക്ക് തന്റെ തൃക്കരങ്ങൾ കൊണ്ട് ചേർത്ത് വച്ചിട്ട് തടകി കൊടുത്തു. അദ്ദേഹത്തിന്റെ കണ്ണ് പൂർവസ്ഥിതിയിലായി. ഫകാനത് അഹ്സന ഐനൈ, രണ്ട് കണ്ണുകളിൽ ഏറ്റവും കാഴ്ചയുള്ള സുന്ദരമായ കണ്ണ് റസൂല് ഈ തടകിക്കൊടുത്ത സുഖപ്പെടുത്തിയ കണ്ണായിട്ട് മാറി. ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരാണ്. തൂങ്ങിക്കിടക്കുന്ന കണ്ണായിട്ട് അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക്, ഇതെന്താ അവസ്ഥയായിരിക്കും? ആ വേദന സഹിച്ചിട്ട് ഓടിച്ചെല്ലാണ്. റസൂലിനോടാണ് വന്നിട്ട് പറയുന്നത്. റസൂൽ അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ. ഏത് കാര്യവും, ഒരു രോഗം വന്നാൽ ഓടിച്ചെല്ലുന്നത് അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്കാണ്. കഴിക്കാൻ ഭക്ഷണം ലഭിക്കാതെ വന്നാലും ഓടിച്ചെല്ലുന്നത് ഹബീബിന്റെ അടുക്കലേക്ക് തന്നെയാണ്. ജീവിതത്തിന്റെ സങ്കടഘട്ടങ്ങളിലെല്ലാം മുത്തുനബിയുടെ സമീപത്തേക്കാണ് സഹാബത്ത് ഓടിച്ചെന്നിരുന്നത്. നാട്ടിൽ അതിശക്തമായ ചൂടും മഴയില്ലാത്തതിന്റെ പേരിൽ സഹാബത്ത് പ്രയാസപ്പെടുന്ന സമയത്തും പരിഹാരത്തിനു വേണ്ടി അവർ ഓടിച്ചെന്നിരുന്നത് ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്കാണ്. എല്ലാത്തിനും ജീവിതകാലത്ത് അവർ നേരിട്ട എല്ലാ പ്രശ്നങ്ങളും അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്കാണ് അവർ ചെന്ന് എന്നിട്ട് റസൂലിലൂടെ അള്ളാഹുവിൽ നിന്ന് അതിനുള്ള പരിഹാരം അവർ കാണുകയാണ് ചെയ്തത്. മദീന പള്ളിയുടെ മിമ്പറിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടക്കാണ് ഒരു അഅറാബിയായ മനുഷ്യൻ അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞത്, റസൂലേ, മഴയില്ലാത്തതിന്റെ പേരിൽ നാട് നാശത്തിന്റെ വക്കിലാണ് നബിയേ, അങ്ങൊന്ന് ദുആ ചെയ്യുമോ? ഫദ്ഉല്ലാഹ ലനാ അൻ യസ്ഖിയനാ, മഴയ്ക്ക് വേണ്ടി അങ്ങൊന്ന് ദുആ ചെയ്യുമോ നബിയേ? മഴയില്ല,
മഴയില്ല, നാൽക്കാലികൾ ചത്തൊടുങ്ങുന്നു, ഞങ്ങളുടെ കൃഷികൾ നശിച്ചുകൊണ്ടിരിക്കുന്നു നബിയെ, നാട് നാശത്തിന്റെ വക്കിലാണ്. ഫദ്ഉല്ലാഹ ലനാ അൻ യസ്ഖിയനാ, ദുആ ചെയ്യോ നബിയെ. റസൂൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ അഗിസ്നാ, അല്ലാഹുമ്മ അഗിസ്നാ, അല്ലാഹുമ്മ അഗിസ്നാ. 3 പ്രാവശ്യം ദുആ ചെയ്തു. മദീന പള്ളിയിലെ മിമ്പറിലാണ് വെള്ളിയാഴ്ച ദിവസം ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സംഭവം നടക്കുന്നത്. മഴ പെയ്യാൻ തുടങ്ങി, അതിശക്തമായ മഴയായി, തോരാത്ത മഴയായി. സഹാബത്ത് പറയുന്നു, അടുത്ത ഒരാഴ്ചത്തേക്ക് ഞങ്ങൾ സൂര്യനെ കണ്ടിട്ടില്ല, ഇതുപോലത്തെ മഴയായി. പിറ്റേ വെള്ളിയാഴ്ച ഇതേ സമയത്ത് തന്നെ റസൂല് മദീന പള്ളിയുടെ മിമ്പറിൽ നിൽക്കുന്ന സമയത്ത് ഈ അഅറാബി തന്നെ ഓടി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, മഴ കാരണം നാട് നാശത്തിന്റെ വക്കിലാണ് നബിയേ, അങ്ങൊന്ന് ദുആ ചെയ്യുമോ? മഴ ശക്തമാണ്, അത് കാരണം നാട് നാശത്തിന്റെ വക്കിലാണ്, അങ്ങൊന്ന് ദുആ ചെയ്യുമോ? റസൂല് മിമ്പറിൽ നിന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, മതി, ഞങ്ങൾക്ക് മഴ ആവശ്യത്തിനായി മഴയില്ലാത്ത മറ്റു പ്രദേശങ്ങളിലേക്ക് ഈ മഴയെ നീ നീക്കണം റബ്ബേ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, മഴ അവിടെ നിന്നു. ആ സഹാബി 2 ആഴ്ചയും അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ട് കടന്നു വന്ന ആ ഭാഗത്ത്, അന്ന് മദീന പള്ളിയുടെ ഡോർ ഉണ്ടായിരുന്ന, വാതിലുണ്ടായിരുന്ന ആ മനുഷ്യൻ കടന്നു വന്ന ആ ഭാഗത്ത് അള്ളാഹുവിന്റെ റഹ്മത്ത്, അതേ ആ സാഹചര്യത്തിൽ ആകാശലോകത്ത് നിന്ന് മഴയായി വർഷിക്കാൻ കാരണമായ ആ സഹാബി കടന്നു വന്ന ആ ഡോറിന്റെ ഭാഗത്ത് ഇന്ന് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആ ഡോർ ബാബുർ റഹ്മ എന്നാണ് അറിയപ്പെടുന്നത്. റഹ്മത്തിന്റെ കവാടം. മദീന പള്ളിയുടെ ഒരു ഡോറിന്റെ പേരങ്ങനെയാണ്, ബാബുർ റഹ്മ. ഈ സഹാബി കടന്നു വന്ന, റസൂലിനോട് മഴയ്ക്ക് വേണ്ടി സഹായം ചോദിച്ച് കടന്നു വന്ന ആ ഭാഗത്തിന്റെ ഓർമ്മയിൽ അവിടെ നിർമ്മിക്കപ്പെട്ട ആ ഡോർ ബാബുർ റഹ്മ, ആ സഹാബി കടന്നു വന്ന ഭാഗത്തുള്ള ഡോറാണത്. ഇരിക്കട്ടെ, സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതകാലത്ത് അവരുടെ സർവ്വ ആവശ്യങ്ങളും, അവരുടെ എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞ്, സങ്കടം പറഞ്ഞ്, പരിഭവം പറഞ്ഞ് റസൂലിലൂടെ അള്ളാഹുവിൽ നിന്ന് നേടിയെടുക്കുകയാണ് ചെയ്തത്. ഹയാത്തി ഖൈറുൻ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാൻ. വമമാതി ഖൈറുൻ ലക്കും, എന്റെ വഫാത്തും ഞാൻ നിങ്ങളിൽ നിന്ന് വഫാത്തായി പോയിട്ടുണ്ടെങ്കിലും അതും നിങ്ങൾക്ക് ഖൈർ തന്നെയാണ്. മദീന പള്ളിയിൽ റൗള ഷരീഫിന്റെ അടുക്കൽ, ഖബർ ഷരീഫിങ്കൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നുവെങ്കിലും ആ റസൂലിൽ നിന്ന് നമുക്ക് ഇന്നും സഹായമുണ്ട്, രക്ഷയുണ്ട്. അള്ളാഹുവിന്റെ കാവലും അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിന്റെ സംരക്ഷണവും ആ റസൂലിലൂടെ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ലഭിക്കും. റസൂല് വഫാത്തായി പോയി, സംഗതി ശരിയാണ്, ആഖിറത്തിൽ ഉറപ്പാണല്ലോ. ആഖിറത്തിൽ റസൂലിന്റെ സഹായം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമുക്കില്ലല്ലോ. കാരണം നാളെ ഖിയാമത്ത് നാളിൽ വിചാരണയ്ക്ക് വേണ്ടി ഓരോരുത്തരെയും പുനർജീവിപ്പിക്കുന്ന സമയം, വിചാരണയ്ക്ക് വേണ്ടി അള്ളാഹു വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന സമയം, ഖബർ ഷരീഫിങ്കിൽ നിന്ന് ആദ്യമായി അള്ളാഹുവിന്റെ ഹബീബ് എഴുന്നേറ്റ് വരുന്നത് ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്? ഇത് പറഞ്ഞുകൊണ്ടാണ് റസൂൽ എഴുന്നേറ്റ് വരുന്നത്. എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്? ഇത് പറഞ്ഞുകൊണ്ടാണ്, ഈ പരിഭവം പറഞ്ഞുകൊണ്ടാണ്, ഇത് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് വരുന്നത്. നാളെ വിചാരണയ്ക്ക് ശേഷം ഫരീഖും ഫിൽ ജന്ന, ഒരു വിഭാഗം സ്വർഗത്തിലേക്ക്, വഫരീഖും ഫിന്നാർ, മറ്റൊരു വിഭാഗം നരകത്തിലേക്ക്. അങ്ങനെ 2 വിഭാഗമായിട്ട് ആളുകളെ തിരിച്ചു മാറ്റി നിർത്തുന്ന സമയം, ഒരു വിഭാഗം സ്വർഗം, മറ്റൊരു വിഭാഗം നരകം.
അള്ളാഹു നമ്മെ സ്വർഗത്തിന്റെ പാർട്ടിക്കാരിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് റസൂല് നോക്കുമ്പോൾ തന്റെ ഉമ്മത്തിൽപ്പെട്ട ചിലര് നരക പാർട്ടിക്കാരിൽ പെട്ടുപോയിട്ടുണ്ട്. സങ്കടത്തോടെ ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്താണല്ലോ അല്ലാ, എന്റെ ഉമ്മത്താണല്ലോ റബ്ബേ. റസൂൽ ആ സമയത്തും ആ ഉമ്മത്തിനു വേണ്ടി വാദിക്കുന്നാണ്. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ, നാളെ ആഖിറത്തിൽ നബിയേ അങ്ങക്ക് എല്ലാ അനുഗ്രഹങ്ങളും പടച്ച റബ്ബ് നൽകും. ഫതർലാ, അങ്ങക്ക് തൃപ്തിയാകും നബിയേ എന്നുള്ള ആയത്ത് അവതരിച്ച സമയം എല്ലാ അനുഗ്രഹങ്ങളും അങ്ങേക്ക് നൽകാനുള്ള മുഴുവൻ സൗഭാഗ്യങ്ങളും നാളെ ആഖിറത്തിൽ പടച്ച റബ്ബ് നബിയേ അങ്ങക്ക് നൽകും. ഫതർലാ, അപ്പോൾ അങ്ങക്ക് തൃപ്തിയാകും നബിയേ എന്ന ആയത്ത് അവതരിച്ച സമയത്ത് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു എന്നാണ്, വലാ അർലാ, എനിക്ക് തൃപ്തിയാകില്ല, എന്റെ മനസ്സിന് സമാധാനമാകില്ല. വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യൻ നരകത്തിന്റെ പാർട്ടിക്കാരിൽ പെട്ടുപോയാൽ നരകത്തിൽ കിടക്കുന്ന കാലത്തോളം വലാ അർലാ, എന്റെ മനസ്സിന് സമാധാനമാകില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞ നബിയാണ്. അവസാനം ഓരോരുത്തരെയും ശുപാർശ ചെയ്ത് ഷഫാഅത്ത് ചെയ്ത് എല്ലാവരെയും സ്വർഗത്തിലേക്ക് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവരുമ്പോ പടച്ചവൻ ചോദിക്കും, യാ മുഹമ്മദ് അറളീത, മുഹമ്മദ് നബിയേ അങ്ങക്ക് തൃപ്തിയായോ നബിയേ? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, യാ റബ്ബി റളീതു, എനിക്ക് തൃപ്തിയായി അല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതാണ്. തെറ്റ് ചെയ്തു പോയതിന്റെ പേരിൽ നരകത്തിൽ പെട്ടുപോയ റസൂലിന്റെ അനുയായികളുടെ വിഷയത്തിൽ റസൂലിന് സങ്കടം. അവസാനം ആ വ്യക്തിയെയും ശുപാർശ ചെയ്ത് റെക്കമെൻഡ് ചെയ്ത് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തിച്ചാലേ അല്ലാഹുവിന്റെ റസൂലിന് സമാധാനാകും. ആഖിറത്തിലെ നബിയുടെ സഹായം ഉറപ്പാണ്, ഈ ദുനിയാവിൽ ഉറപ്പാണ്. റസൂല് മദീനയിലാണ്, റൗള ഷരീഫിങ്കലാണ്, അടുക്കലാണ്, ഖബർ ഷരീഫിങ്കലാണ്. നമ്മളിവിടെ ഈ പാനിപ്രക്കാരായ നമുക്ക് അള്ളാന്റെ റസൂൽ മദീനയിൽ ഖബർ ഷരീഫിങ്കൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം ഈ ദുനിയാവിൽ അള്ളാഹുവിൽ നിന്ന് ലഭിക്കും. ഒരു തർക്കമില്ല, റസൂൽ തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ള കാര്യമാണ്. റസൂല് വെറുതെ ഒന്നും അറിയാതെ അല്ലല്ലോ ഖബർ ഷരീഫിങ്കൽ കഴിയുന്നത്, എല്ലാം അറിഞ്ഞോണ്ടാണ്. റസൂൽ ഒന്നും അറിയാതിരിക്കുന്നില്ല. ഫഇന്ന സ്വലാത്തകും മഅറൂദത്തുൻ അലയ്യ, നിങ്ങൾ ധാരാളമായിട്ട് എന്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. ഫഇന്ന സ്വലാത്തകും മഅറൂദത്തുൻ അലയ്യ, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് അത് എന്റെ അടുക്കലേക്ക് വ്യക്തമാക്കപ്പെടുന്നുണ്ട്, വെളിവാക്കപ്പെടുന്നുണ്ട്, എത്തിക്കപ്പെടുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി, റസൂല് വഫാത്തായി കഴിഞ്ഞാലും എങ്ങനെ എന്ന് സഹാബത്ത് സംശയം ചോദിച്ചപ്പോ ഞാൻ വഫാത്തായാലും ശരി എന്ന് സഹാബത്തിന് മറുപടി കൊടുത്താണ്. നിങ്ങൾ ചൊല്ലുന്ന സലാത്ത്, നമ്മൾ ഇവിടെ നിന്നിട്ടൊരു സലാത്ത് ചൊല്ലുന്നത് അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് എത്തുന്നുണ്ട്, അത് എന്റെ അടുക്കലേക്ക് എത്തുക തന്നെ ചെയ്യും. എത്ര കാലം കഴിഞ്ഞാലും, എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും. ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാഹീന ഫിൽ അർദ്, ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന പ്രത്യേക വിഭാഗം മലക്കുകൾ അല്ലാഹുവിനുണ്ട്. ഫയുബല്ലിഗൂനനി മിൻ ഉമ്മതി അസ്സലാം, റസൂൽ പറയാൻ, ഫയുബല്ലിഗൂനനി, അവർ എനിക്ക് എത്തിച്ചു തരുന്നതാണ്, മിൻ ഉമ്മതി, എന്റെ ഉമ്മത്തിൽ നിന്ന്, അസ്സലാം, അവർ എന്റെ മേൽ ചൊല്ലുന്ന സലാമുകൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസാണ്. എന്റെ മേൽ അവർ ചൊല്ലുന്ന സലാം ആ മലക്കുകൾ എനിക്ക് എത്തിച്ചു തരിക തന്നെ ചെയ്യും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ റുദ്ദ അലൈഹി സലാം, ആ സലാം ഞാൻ മടക്കുകയും ചെയ്യും എന്ന് ഖാല റസൂലുള്ളാഹി. മദീനയിൽ ജീവിച്ചിരിക്കുന്ന അവസ്ഥയെ പറ്റിയല്ല ഈ പറയുന്നത്, റസൂല് വഫാത്തായതിനു ശേഷം നടക്കുന്ന കാര്യത്തെ പറ്റിയാണ്.
റസൂല് വഫാത്തായതിനു ശേഷം നമ്മൾ ചെല്ലുന്ന സ്വലാത്തുകൾ നബി അറിയുന്നുണ്ട്. നമ്മൾ സലാം പറഞ്ഞാൽ മലക്കുകൾ ആ സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. റസൂൽ തന്നെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു പ്രത്യേക വിഭാഗം മലക്കുകളെ ആ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. സ്വലാത്തും സലാമും മാത്രമാണോ നബി അറിയുന്നത്? നമ്മൾ എല്ലുന്ന സ്വലാത്തും സലാമും മാത്രാണോ? ഹയാത്തി ഖൈറുൻ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാൻ. വമമാതി ഖൈറുൻ ലക്കും, എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ് എന്ന് പറഞ്ഞ നബി അതിനോട് ചേർത്ത് പറഞ്ഞത് തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങൾ ചെയ്യുന്ന സർവ്വ അമലുകളും എന്റെ അടുക്കലേക്ക് വെളിവാക്കപ്പെടുക തന്നെ ചെയ്യും. റസൂൽ പറയാൻ തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങൾ ചെയ്യുന്ന സർവ്വ പ്രവർത്തനങ്ങളും എന്റെ അടുക്കലേക്ക് വെളിവാക്കപ്പെടും. ഫമാ റഅയ്തു മിൻ ഖൈരിൻ, നിങ്ങൾ ചെയ്ത ഒരു നല്ല കാര്യമാണ് എന്റെ അടുക്കലേക്ക് മലക്കുകൾ എത്തിച്ചതെങ്കിൽ ഹമിദുല്ലാഹ അലൈഹി, ഞാൻ അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കും. വമാ റഅയ്തു മിൻ ശർറ്, നിങ്ങൾ ആരെങ്കിലും ചെയ്ത ഒരു തെറ്റാണ് മലക്കുകൾ എന്റെ അടുക്കലേക്ക് എത്തിച്ചു തരുന്നതെങ്കിൽ ഇസ്തഗ്ഫർതുല്ലാഹ ലക്കും, നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ഞാൻ പൊറുക്കൽ തേടും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ പറഞ്ഞ ഹദീസാണ്. ഈ ഹദീസ് സ്വീകാര്യോഗ്യമായ ഹദീസ് തന്നെയാണ് എന്നാണ് ഭൂരിഭാഗം ഇമാമുമാരും ഉലമാക്കളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മളെല്ലാം സ്വലാത്ത് മാത്രമല്ല, 2024 സെപ്റ്റംബർ മാസം 20-ാം തീയതി ഈ ജുമുഅയ്ക്ക് വേണ്ടി നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് മലക്കുകൾ അല്ലാഹുവിന്റെ റസൂലിനെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വിനീതൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നിട്ട് നസീഹത്ത് നടത്തുന്നത്, നമ്മളൊരു മൗലിദിന്റെ സദസ്സ് സംഘടിപ്പിക്കുന്നത്, നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് എല്ലാം അള്ളാഹുവിന്റെ മലക്കുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന നന്മയും തിന്മയും ഒക്കെ എങ്ങനെ അള്ളാഹു ആ ചുമതല കുറെ മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണല്ലോ പറയുന്നത്. ചില മലക്കുകൾ ആ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. നന്മയാണ് എന്റെ അടുക്കുന്നത് എത്തുന്നതെങ്കിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും. തെറ്റാണ്, നിങ്ങളുടെ ഒരു പാപത്തെ പറ്റിയുള്ള വിവരമാണ് ഞാൻ അറിയുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും. നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ കഴിയും. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് റസൂലിന്റെ വഫാത്തിന് ശേഷവും എന്ന് വിശ്വസിക്കുന്നതിന് നമുക്ക് എന്ത് തടസ്സമുള്ളത്? അള്ളാന്റെ റസൂൽ തന്നെയാണല്ലോ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. റസൂല് വഫാത്തായി കഴിഞ്ഞു. റസൂല് ഖബർ ഷരീഫിന്റെ ഉള്ളിലാണ്. നമ്മൾ ചെയ്യുന്ന മുഴുവൻ അമലുകളും ആ നബിയെ അറിയുന്നുണ്ട്. മലക്കുകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ചില മലക്കുകളെ അള്ളാഹു ആ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചെല്ലുന്ന സ്വലാത്തുകൾ എന്റെ അടുക്കൽ വെളിവാക്കപ്പെടുമെന്ന് നേരിട്ട് നബി തങ്ങൾ പറഞ്ഞതാണ്. നിങ്ങൾ ചെല്ലുന്ന സലാമുകൾ മലക്കുകൾ എനിക്ക് എത്തിച്ചു തരും, ഞാൻ അതിന് സലാം മടക്കുക തന്നെ ചെയ്യും എന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. നിങ്ങൾ തെറ്റ് ചെയ്തതായിട്ട് എന്റെ അടുക്കൽ വിവരം കിട്ടിയാൽ ഞാൻ അള്ളാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുമെന്ന് ആ മുത്തുനബി തന്നെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ആ നമുക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ, നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് പറയാൻ ആ നബിക്ക് സാധിക്കും എന്ന് വിശ്വസിക്കുന്നതിന് നമ്മൾ എന്തിനും മടി കാണിക്കണം? നമ്മൾ ഈ പാനിപ്പുറം നിന്നിട്ട് നമ്മുടെ ഒരു സങ്കടം നബിയോട് പറഞ്ഞ് നബിയിലൂടെ, മുത്തുനബിയിലൂടെ അള്ളാഹുവിൽ നിന്നത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് എന്ത് തെറ്റാണുള്ളത്? മുത്തുനബി അല്ല പരിഹരിക്കുന്നത്, യഥാർത്ഥത്തിൽ പരിഹരിക്കുന്നത് അള്ളാഹുവാണ്. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അങ്കൂസ് മൗലിദിൽ നമ്മൾ ഓതുന്നതാണ്. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ്. നബിയേ, കണ്ണും കണക്കുമില്ലാതെ എണ്ണാൻ പോലും കഴിയാത്തത്ര വലിയ അനേകം പാപങ്ങൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് നബിയേ.
മങ്കൂസ് മൗലിദിൽ നമ്മൾ ഓതുന്നതാണ്, കണ്ണും കണക്കുമില്ലാതെ തെറ്റുകൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് നബിയേ. ലക്ക അഷ്കൂ ഫീഹി, നബിയേ എന്റെ സർവ ആ പാപങ്ങളുടെ വിഷയത്തിൽ അങ്ങയോട് ഞാൻ ആവലാതി പറയുകയാണ് നബിയേ, അങ്ങയോട് ആവലാതി പറയുകയാണ്. എന്റെ പാപങ്ങൾ നബിയെ അങ്ങ് പുറത്തു തരണം എന്നല്ല നമ്മൾ ചോദിക്കുന്നത്. ചില ആളുകൾ അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. നബിയെ എന്റെ പാപങ്ങൾ അങ്ങ് പുറത്തു തന്നെ, അങ്ങ് പുറത്തു തന്നെന്നല്ല, നബിയെ ചെയ്തു പോയിട്ടുണ്ട്, അത് അങ്ങയോട് ആവലാതി പറയുകയാണ്. ഞങ്ങളുടെ ഈ സങ്കടം, പാപങ്ങൾ അത് അള്ളാഹുവിനോട് പറഞ്ഞ് അതിന് പരിഹാരമുണ്ടാക്കാൻ അങ്ങേക്ക് കഴിയും നബിയെ. ആ കഴിവ് അള്ളാഹു അങ്ങേക്ക് തന്നതാണ്. വഫാത്തിന് ശേഷമാണെങ്കിൽ പോലും അള്ളാഹു അങ്ങേക്ക് തന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ ചെയ്തു പോയ അപരാധങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നബിയെ അള്ളാഹുവിനോടൊന്ന് ശുപാർശ ചെയ്തിട്ട് ആ പാപങ്ങളൊന്ന് പൊറുപ്പിക്കാനൊന്ന് ഇടപെട് നബിയെ പറയുന്നത്. അതാണ് അതിലെന്ത് തെറ്റാണുള്ളത്? എല്ലാം 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 അറിഞ്ഞുകൊണ്ട് നമ്മുടെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ പറയുന്നത് ചൊല്ലുന്നതെല്ലാം മുത്തുനബിയുടെ അടുക്കലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രത്യേകം മലായിക്കത്തിനെ അള്ളാഹു സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ ഇതിലൊക്കെ എന്ത് തെറ്റാണുള്ളത് എന്ന് മാത്രമല്ല, വലിയ നേട്ടാണ്. ഹയാത്തി ഖൈറുൻ ലക്കും, ജീവിതം മാത്രമല്ല വഫാത്തി, റസൂലിന്റെ വഫാത്തിന് ശേഷവും അള്ളാഹുവിൽ നിന്ന്, പടച്ച റബ്ബിന്റെ അടുക്കൽ നിന്ന് അള്ളാഹുവിന്റെ സഹായവും അവന്റെ കാവലും അവന്റെ രക്ഷയും ഒക്കെ ആ നബി മുഖാന്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ, ആ കണക്ഷനിലൂടെ, ആ തവസ്സലിലൂടെ, അതിനാണ് തവസ്സുൽ എന്ന് പറയുന്നത്. നബിയിലൂടെ അള്ളാഹുവിൽ നിന്ന് സഹായം നേടിയെടുക്കുക, നബിയിലൂടെ അള്ളാഹുവിന്റെ സഹായം നേടിയെടുക്കുക, അതിനാണ് തവസ്സുൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റബീഉൽ അവ്വൽ 12 മീലാദ് നബിദിനമൊക്കെ കഴിഞ്ഞെങ്കിലും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലിന്റെ പേരിലുള്ള സ്വലാത്തുകളും മൗലിദുകളും മറ്റു മദ്ഹിന്റെ സദസ്സുകളും ഒക്കെ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന, അതിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന, അതെല്ലാം സംഘടിപ്പിക്കുന്ന അത്തരം സദസ്സുകളൊക്കെ പങ്കെടുക്കുന്ന ഒരു നല്ലൊരു സംസ്കാരം നമ്മുടെ റൂഹ് വിട പറയുന്നത് വരെ അത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. ദുനിയാവിലും ആഖിറത്തിലും അത് വലിയ നേട്ടം തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്കുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുഹിബ്ബീങ്ങളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.